ഇന്നിതേ ഞാനും അമ്മയും കൂടെ ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് പോകുന്നത് കേട്ടോ. പ്രത്യേക സ്ഥലത്തേക്ക് പ്രത്യേക ദിവസം ആയതുകൊണ്ട് മാത്രം എൻട്രി ഉള്ളതുകൊണ്ടാണ് അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇന്നിത് പുറത്തോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ മുഖം ഒന്ന് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോയിൽ ഇതേ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കേട്ടോ. പ്രത്യേകിച്ച് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എന്തിനാ ഈ പുറത്തേക്ക് ജസ്റ്റ് ഇറങ്ങണം, ഈ വാങ്ങാൻ പോലും പോകുമ്പോൾ ഇത്രയും മേക്കപ്പ് ഇടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ മേക്കപ്പ് അകത്തുനിന്ന്, അതായത് വീടിൻ്റെ അകത്തത്തെ ലൈറ്റിൽ നിന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് കുറേ ഉള്ളതുപോലെ തോന്നും, പക്ഷേ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അത്ര ഉണ്ടാവില്ല. അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ ഇത് ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയമാണ്. നമ്മൾ പാളയത്ത് ഇറങ്ങിയതിന് ശേഷം അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട്, അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. സ്പോർട്സിൻ്റെ എന്തോ പരിപാടി കേട്ടോ കുട്ടികളുടെ. അങ്ങനെ നമ്മളിത് നിയമസഭാ മന്ദിരത്തിലെത്തി. അപ്പോൾ നിയമസഭാ മന്ദിരത്തിൽ നമുക്ക് എപ്പോഴും ഒന്നും എൻട്രി ഇല്ലല്ലോ അല്ലേ. അപ്പോൾ പക്ഷേ ഇവിടെ ബുക്ക് ഫെസ്റ്റിവൽ ഇന്നും നാളെയുണ്ട്. അതായത് നാളെയാണ് ലാസ്റ്റ് ഡേ. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. തിരക്ക് കണ്ടെത്തി പാളി നോക്കിയ സമയത്ത് അവിടെ പഴയ ഒരു ആക്ടർ ഉണ്ടല്ലോ, പ്രേംകുമാർ സാറുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ കൂടെയുള്ള സെൽഫി എടുക്കുന്ന തിരക്കായിരുന്നു കേട്ടോ. പിന്നെ ബുക്കുകൾ ഒരുപാട് കളക്ഷൻ ഉണ്ട്. നിങ്ങളൊരു ഭയങ്കരമായിട്ട് ബുക്കുകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുക്കുകളും എല്ലാ സ്റ്റോളുകളിലും ഉണ്ട് കേട്ടോ. എല്ലാ ബുക്കുകളും അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്ത് പോകുമായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പോൾ ആദ്യം ചെന്ന സമയത്ത് തന്നെ നമ്മൾ തിരുവിതാംകൂറിൻ്റെ ബുക്ക് സ്റ്റാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഉള്ള ബുക്കുകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇങ്ങനെ കണക്കിന് ബുക്കുകൾ വാങ്ങി കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ഞാനും കുറച്ചൊക്കെ ബുക്ക് വാങ്ങിയിട്ടോ. പിന്നെ ഇത് എൻ്റെ സീനിയർ ചേട്ടൻ്റെ ഹരീഷ് പള്ളാരെന്ന ഞങ്ങൾ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ്റെ ഒരു ബുക്കാണ്. അപ്പോൾ അത് കണ്ട സമയത്തൊന്ന് നിങ്ങളെയും കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നിയമസഭയിൽ വന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് 2 ഫോട്ടോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മെയിൻ സ്റ്റേജിൽ പ്രോഗ്രാംസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. മനോരമ നടത്തുന്ന പരിപാടിയാണ് എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. ആസ്വാദകർ സാക്ഷ്യപ്പെടുത്തുകയാണ്. മലയാളത്തിലെ പ്രമുഖ മാധ്യമങ്ങളാണ് കേരള നിയമസഭയ്ക്ക് വേണ്ടി ഇവിടെ മെഗാ ഇവന്റുകൾ ഒരുക്കുന്നത്. ഇന്ന് മലയാള മനോരമ ഒരുക്കുന്ന പാട്ടുസഭയാണ് അരങ്ങേറാൻ പോകുന്നത്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി, ബഹുമാനപ്പെട്ട MLA ഡോക്ടർ MK മുനീർ, ബഹുമാനപ്പെട്ട MLA വിക്ടോറിയ ഡയറക്ടർ ശ്രീ ജോസ് പനച്ചിപുറത്തെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MLA ജി സ്റ്റീഫൻ, PC വിഷ്ണുദാസ്, ഡോക്ടർ MK മുനീർ, ജോസ് പനച്ചിപ്പുറം ഉൾപ്പെടെ ബഹുമാനപ്പെട്ട സെക്രട്ടറി സി കൃഷ്ണകുമാർ. പാട്ടുസഭയിൽ ഇരിക്കാൻ മാത്രമുള്ള ഇതുണ്ടായിരുന്നില്ല, സീറ്റൊന്നും അവൈലബിൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഇറങ്ങി. പിന്നെ എല്ലായിടും ഫോട്ടോ സ്പോട്ടുകളിലും നല്ല തിരക്കുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ കാണുന്ന ഒരു നിയമസഭയിൽ നിന്നും വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. രാത്രി കാഴ്ച ഭയങ്കര രസമുണ്ടായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറി പോകുമ്പോൾ ഡേ ടൈമും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നൈറ്റും ആയതുകൊണ്ടുള്ള ആ വ്യത്യാസം നമുക്ക് നല്ല മനസ്സിലാവുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നിയമസഭയുടെ ഡെക്കറേഷൻസ് ഇഷ്ടമായി കേട്ടോ. നല്ല രസമില്ലേ, ആൾക്കാരെല്ലാവരും വരുന്നുണ്ട്. ഫോട്ടോസ് എടുക്കാൻ പറ്റിയ സമയമായത് കാരണം എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് സാധാരണ ദിവസങ്ങളിൽ നമുക്കങ്ങനെ ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ എന്തൊരു രസമുള്ള ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുക, രാത്രി പുറത്തേക്ക് ഇറങ്ങുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് നിയമസഭയിൽ മാത്രമല്ല, കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മൾ ഒരു സ്ഥലത്തേക്ക് കയറിക്കഴിഞ്ഞ് പ്രത്യേകിച്ച് ബുക്കുകളൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെ ആയിപ്പോയി. ഞാനും കുറച്ച് ബുക്കൊക്കെ വാങ്ങിയിട്ടുണ്ട്. അടുത്ത ബുക്ക് ഏതൊക്കെ വാങ്ങിയിട്ടുള്ളത് എന്നുള്ള വീഡിയോയും കൊണ്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതുകൊണ്ട് ഞാൻ ഇവിടെ ബുക്കുകൾ കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഈ ഡേയ്സ് മാക്സിമം യൂസ് ചെയ്യുക. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ മാത്രമല്ലേ അങ്ങോട്ടേക്ക് എൻട്രി ഉള്ളൂ. അപ്പം അതൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല നിലാവുണ്ടായിരുന്നു. പിന്നെ അകത്തേക്ക് പോയ ഒരു രൂപമേ എല്ലാ അകത്തേക്ക് പോകുമ്പോഴത്തെ ഷോട്ട് എടുത്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഈ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നല്ല ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇന്നത്തെ ഈ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അത് പാതിരാക്കി ഇറക്കി വിട്ട കോഴീനെ പോലെ ഞാനിങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയായിരുന്നു അതിൽ കൂടെ. എനിക്ക് ലൈറ്റ് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മയാണ് വീഡിയോ എടുത്ത് തന്നത്, അതുകൊണ്ട് ഞാൻ മാത്രമായിരിക്കില്ല വീഡിയോയിൽ ഉണ്ടാവുക എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അത് പറയണം കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ എന്നും